പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, 25 നോയമ്പിലെ 6-ാം ദിവസം നമ്മളെ തന്നെ കർത്താവായ യേശു മിശിഹായിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത് ഈ ലോകത്തിൽ അധികം വ്യക്തികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് മറ്റേതൊന്നുമല്ല, ക്ഷമിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ക്ഷമിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ക്ഷമയോടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് എന്നേക്കും നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം അത് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അപ്പം ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ കർത്താവായ യേശു മിശിഹായും നമ്മളോട് ക്ഷമിക്കും. ക്ഷമിച്ച് ജീവിച്ചാൽ സ്നേഹത്തിലും സമാധാനത്തിലും അനുഗ്രഹത്തിലും നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തിൽ ഒന്ന് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് സാംസൺ എന്നൊരു വ്യക്തിയെ നോക്കാം. അവൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി, പക്ഷെ അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചപ്പോൾ വീണ്ടും അവൻ്റെ മേൽ ദൈവം ശക്തി നൽകി അവനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, കായനും ആബേലും. കായൻ തൻ്റെ സഹോദരനെ കൊന്നിട്ടും ദൈവം വീണ്ടും അവനോട് ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷമയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ക്ഷമിച്ച് ജീവിച്ചാൽ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് സമയത്ത് സ്നേഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ക്ഷമയോടെ നാഥൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ക്ഷമിച്ച് ജീവിക്കണം. കർത്താവ് തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ, 7-20 പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നമ്മളും പ്രാർത്ഥിച്ച് ക്ഷമിച്ചുകൊണ്ട് ഈ 25 നോയമ്പ് അനുഗ്രഹത്തിന് നോമ്പാക്കി മാറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.